നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയണം. ഇന്ന് സൗദി അറേബ്യ ദമാൽ എൻ്റെ സ്ഥലത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നു. ഭയങ്കര കുളിരാണ്. അതുകൊണ്ട് എൻ്റെ ഗവാസ്കർ ടീന് ഓൾഡ് സ്വെറ്ററിനെ എടുത്ത് അണിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതപ്പം ജനങ്ങളെയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ റിയാദിലും ദമാമിൽ മീറ്റിംഗ് ആണ്. ഭയങ്കര കൂട്ടം വന്നായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തിലാണ്. രണ്ട് സ്ഥലങ്ങളിലും 300-ന്റെ മുകളിൽ ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ജനക്കൂട്ടം ഇന്നൊരു സ്ഥലത്തിൽ പോയി ഞാൻ നോക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അവർക്കൊക്കെ വളരെ നന്ദിയാണ്. ഇറ്റ്സ് എ റിയലി എൻജോയബിൾ ടൈം. ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം ഓൾസോ. ഇന്നും കുറച്ച് ക്ലയൻസ് ഞാൻ നോക്കിയുണ്ട്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ചുറ്റി നോക്കാൻ ഞാനും വിനോദും പോകുന്നു. വിനോദ് ആളിനെ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 42 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരാളിനെയാണ്. പഴയ സൈറ്റൊക്കെ അവർക്ക് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ട്. മിക്കവാറും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ല. ആ സൈറ്റ്സൊക്കെ എന്നാ ചിന്ന ഫാക്ടറിയൊക്കെ ഇപ്പോൾ ഇല്ല ഇവിടെ. ആ സ്ഥലങ്ങളിലപ്പോൾ ഇന്നാണ് വിസിറ്റ് ചെയ്തുകൊണ്ട് തിരികെ ഇന്ത്യയെ നോക്കി പുറപ്പെടണം. സോ ഇതാണ് ദുബായ്, ഇതെന്ന് ഡമാം. ഇപ്പോൾ വിഷ്ണു ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം സർ. സർ ആദ്യം എനിക്ക് ഒരു സംശയം വന്നുകൊണ്ടിരിക്കുന്നു സർ. അതിന് ഞാൻ ആദ്യം ചോദിക്കാമേ സർ. സത്യത്തിൽ സാർ വന്നിട്ട് ദുബായിൽ തന്നെ ഇരിക്കുന്നോ ഇല്ലെങ്കിൽ സ്വിസ് എവിടെയെങ്കിലും പോയിരിക്കുന്നോ സർ? നിങ്ങൾ അറിഞ്ഞ ദുബായിൽ വന്നിട്ട് വെയിലടിക്കും, ഒട്ടകം ഇരിക്കും, ഇതൊരു ഡെസേർട്ട് എന്നാണ് ഞങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ അവിടെ പോയി സ്വെറ്റർ ഒക്കെ അണഞ്ഞോണ്ടിരിക്കുന്നു. ഇത് സൗദി അറേബ്യ ദമാം. ദുബായും അങ്ങനെ തന്നെ ഇരിക്കുന്നു. വെരി കോൾഡായിരിക്കുന്നു. വിന്റേഴ്സ് വളരെ കുളിരോടെ ഇരിക്കും, സമ്മേഴ്സ് വളരെ ചൂടായിട്ടിരിക്കും. വിന്റർ തീർന്ന് സ്ലൈറ്റ്ലി ഗുഡ് വെതർ എന്ന് പറയുന്നു. 12 to 15 ഡിഗ്രി ടെമ്പറേച്ചർ ഇരിക്കുന്നു. ബട്ട് എനിക്ക് വന്നിട്ട് 12 to 15 ഇസ് വെരി ഡിഫിക്കൽട്ട്. ഇത് കാരണമാണ് എൻ്റെ സ്വെറ്റർ വെളിയിൽ വന്നിരിക്കുന്നു. ഈ ആഴ്ചയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ITC വന്നിട്ട് പെട്ടെന്ന് അതിന്റെ പ്രൈസ് കയറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാം. ഇതും അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പത്തെ ഞാൻ ചോദിക്കാം സർ. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതിനും ഉത്തരം വേണം. അതിന്റെ മുമ്പ് മാർക്കറ്റ് വന്നിട്ട് ഭയങ്കര വോളറ്റൈൽ ആയിരുന്നിരിക്കുന്നു. ബഡ്ജറ്റ് പിന്നെ ഇന്ത്യ US ട്രേഡ് ഡീൽ ഒരു സംസാരം വന്ന ഉടനെ മാർക്കറ്റ് പെട്ടെന്ന് കയറി. എത്ര ദിവസം പിന്നെ തിരിയാതെ താഴെ ഇറങ്ങി ഇരിക്കുന്ന വോളറ്റൈലിറ്റി സിറ്റുവേഷനിൽ ടിഫിൻ കോഫി റേഞ്ചിൽ നമുക്ക് അകത്ത് മൂവ് ചെയ്യാമോ? കോഫി റേഞ്ചിൽ ഡീൽ ചെയ്ത് തന്നെ ആവണം. ഇതിലൊരു ഡീൽ ഇരിക്കുന്നു, പക്ഷെ നോട്ട് ടു ബി ഡീൽ ഇല്ല എന്നാണ് പറഞ്ഞത്. നൈറ്റ് അറിഞ്ഞ വെച്ചാൽ ഡീൽ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഡീലില്ല. എന്നിട്ട് ഒരു ബേസിക് ഫ്രെയിംവർക്ക് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊന്ന് റിലീസ് ചെയ്തിരിക്കുന്നു. ഈ ബേസിക് ഫ്രെയിംവർക്ക് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത് അത് സീനിക് നൈറ്റിൽ ഞാൻ പറഞ്ഞതുപോലെയാണ്. കംപ്ലീറ്റ് സറണ്ടറാണ്. അമേരിക്കയ്ക്ക് ശരണാഗതി എന്ന് പറഞ്ഞാണ് കയ്യെഴുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ആ ബേസിക് ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റിനെ വെച്ചാണ് പറയണത്. ബേസിക് ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റിന് ഞാൻ സൗദിയിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ റിലീഫ് ഒന്നുമില്ല ഇതിൽ. ബിക്കോസ് ഇന്നലെ നൈറ്റ് വന്നിട്ട് 25% ടാക്സ് യൂണിറ്റ് റഷ്യൻ ക്രൂഡ് ടാക്സിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എല്ലാത്തിലും ഒരു 25% ടാക്സ് ഇരിക്കുന്നു. ഇതിൽ തന്നെ ഒരു വലിയ റിലീഫ് കൊണ്ടാടാമെന്നും പറഞ്ഞാൽ കൊണ്ടാടാം. ഈ തിരുപ്പൂർ, വാണിയമ്പാടി, ആമ്പൂർ പ്രോഡക്റ്റ് ടെക്സ്റ്റൈലിന് 18% ആയിട്ട് ഇന്നും കൺവേർട്ട് ചെയ്തില്ല. ആഗ്ര പ്രോഡക്ട്സ് അങ്ങനെപ്പെട്ട കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഐറ്റംസ് മാത്രം 18% എന്ന് മാറ്റിയിട്ടുണ്ട്. റിമൈനിങ് കാര്യങ്ങളൊക്കെ അഗ്രിമെൻറ്റിന് ശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ ഈ അഗ്രിമെൻ്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സാധനങ്ങളൊക്കെ ഏറ്റുമതി ചെയ്യുവാണെങ്കിൽ 20% ടാക്സ് ഇട്ട് അവരെടുക്കും. അമേരിക്കയിൽ നിന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് 0% ടാക്സ് കൊടുക്കും എന്ന് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. എവിടത്തെ ന്യായം എന്ന് ശരണാഗതി കൈയെടുത്തിട്ടവരാണ് സംസാരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ആ ബേസിക് ഫ്രെയിംവർക്കിൽ എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യ അഗ്രികൾച്ചർ മാർക്കറ്റിന് ഫുള്ളായിട്ട് തുറന്നു വിടും. വേണമെങ്കിൽ എന്താണെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിക്കാമെന്നാണ് പറയുന്നു. എങ്ങനത്തെ ന്യായമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വിനോദിൻ്റെ ഒപ്പം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതേക്കുറിച്ച് നിങ്ങൾ ബീറിച്ചിൽ നോക്കിയാൽ മതി. എന്താണ് അതിൻ്റെ ഹിസ്റ്ററി, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലം എന്ന്. ബട്ട് ഇതിൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്ന്, ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പെർമിഷൻ കൊടുക്കുവാണെങ്കിൽ ഫാം ഹൗസിനൊക്കെ 2 ഏക്കർ 3 ഏക്കറാണ് ആവറേജ് ലാൻഡ് ഹോൾഡിങ്സ്. അവർക്ക് 300 ഏക്കർ 400 ഏക്കർ എന്ന് ലാൻഡ് വച്ചിരിക്കും. ഒരു ലാർജ് സ്കെയിൽ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കുവാണെങ്കിൽ നമ്മളെ ഫാർമറിന് എങ്ങനെയാണ് ഇത് കട്ടുപടിയാവും? എന്ത് ചെയ്യും അവർ ഫർദറായിട്ട്? ടി വിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ എന്ത് പറഞ്ഞു എന്നാൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് മുന്തിരി, ബാർലി, വാൾനട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ ബേസിക് അഗ്രിമെൻറ്റ് പേപ്പർ നോക്കിയപ്പോൾ ആണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം, ഈ ഗോതമ്പ് മാവ് കൂടെ ഇമ്പോർട്ട് ചെയ്യാമെന്നാണ് അതിലിരിക്കുന്നത്. ഇന്ത്യയിൽ ഇരിക്കുന്ന വ്യവസായം നിരക്കാത്ത എന്താകും? ഞാൻ ഇത് ബേസിക് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് നോക്കിയാണ് ഞാൻ പറയണത്.
ഇത്രയും സറണ്ടർ ചെയ്തുകൊണ്ട് ടെക്സ്റ്റൈലിന് ഇന്നും 18% കൂടെ വാങ്ങിയില്ല. എന്ത് മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാൽ ഈ നമ്മൾ പാകിസ്ഥാൻ വേണ്ടും ബെറ്റർ, ബംഗ്ലാദേശിനോട് ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൊണ്ടാടുന്നു. കാരണം അമേരിക്കയ്ക്ക് 0 കൊടുക്കണം. ക്വാളിറ്റിയിൽ നമുക്കും 18 അവർക്കും 18 ഇരിക്കണം. അല്ലെങ്കിൽ മാർക്കറ്റ് ലോങ് ടേമിൽ അടിപെടും. ഫൈനലി മാർക്കറ്റിന് വേണമെന്ന കാര്യം ഏർണിങ്സ് ആണ്. ഇന്ത്യയുടെ ബിസിനസ് അമേരിക്കയിൽ ട്രേഡ് സർപ്ലസ് $20 ബില്യൺ ആണ്. $20 ബില്യൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ GDP-നെ വലുതായിട്ട് മൂവ് ആക്കത്തില്ല. 10-15 സ്മാൾ ക്യാപ് കമ്പനീസിന് ബിസിനസ് കുറച്ച് കയറും. ബട്ട് ഓവറാളായിട്ട് മാർക്കറ്റിനെ സെൻറ്റിമെൻറ്റ് ലിഫ്റ്റ് ചെയ്യുമേ അല്ലാതെ ബട്ട് ഈ IT പഠന കഷ്ടത്തിനെ കുറിച്ചോ H1B വിസയെക്കുറിച്ചോ ഒരു കാര്യവുമില്ല. സർവീസസ് ബിസിനസ്സിനെ കുറിച്ചും ഒന്നുമില്ല. ഇതൊക്കെയാണ് നമ്മളെ കോർ സ്ട്രെങ്ത്. കോർ സ്ട്രെങ്തിനെ കുറിച്ച് ഈ ബിസിനസ് ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റിൽ ഒന്നുമില്ല. നിങ്ങൾ നമുക്ക് ഈ ബിസിനസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിന് മുമ്പേ ഇതുപോലെ ഒരു നെഗോസിയേഷൻ ഫൈനലൈസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോ മാർക്കറ്റിനെ കയറ്റിയായിരുന്നു. അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വെളിവന്നിരിക്കുന്ന കാരണം തിങ്കളാഴ്ച തിരികെ മാർക്കറ്റ് കയറുമെന്ന് നമുക്ക് എതിർനോക്കാമോ? മാർക്കറ്റ് കയറും. എന്തെന്ന് വെച്ചാൽ ഇന്നലെ അമേരിക്ക കയറിയിരിക്കുന്നല്ലേ, ഇത് കാരണം മാർക്കറ്റ് കയറാൻ തന്നെ ചെയ്യും. അതിൻ്റെ ശേഷം റിയാലിറ്റി തിരികെ ഏമങ്സിന് വരും. 26,500 ഈ 27,500 അതായത് അങ്ങനെ മാക്സിമം വെക്കാം. തിരികെ ആ 25 to 27 അകത്ത് തന്നെ അത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കും. 2 വർഷമോ മാർക്കറ്റ് അങ്ങനെ തന്നെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സാർ ഇന്ന് ഈ ഫ്രെയിംവർക്കിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പെട്ടെന്ന് ഈ പട്ടാസ് ലിസ്റ്റിലിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് സെറ്റ് ഓഫ് ഷെയർസിനെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ആയിഷയും Q3 റിസൾട്ട് വന്ന ഷെയർസ് കുറിച്ച് ചോദിക്കാം സാർ. സാറിൻ്റെ ഒപ്പീനിയൻ ഇതിൽ പറയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ സാർ. ലാസ്റ്റ് വീക്കിൽ റിസൾട്ട് വന്നത് Q3 റിസൾട്ട് വന്നത് കൊണ്ടേ മോട്ടാർ ഇന്ത്യ P31 ഇരിക്കുന്നു. പറഞ്ഞ കാര്യം ഔട്ട്സൈഡ് ഇന്ത്യ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ PE കുറച്ച് കുറവായിരിക്കും എന്നാണ്. വളരെ കുറവായിട്ടിരിക്കും കൊറിയയിൽ വാങ്ങുവാണെങ്കിൽ. ഹ്യുണ്ടയുടെ ഫ്യൂച്ചർ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതിൽ മാത്രമല്ല നാട്ടുകളിലും ഇന്ത്യ അതിൻ്റെ ഫ്യൂച്ചർ വളരെ ഡൗട്ടിലാണ് ഇരിക്കുന്നു. അസ് വന്നിട്ട് കൺവിൻസിങ് ആയിട്ട് അവരെ ക്രഷ് ചെയ്തു. മഹീന്ദ്രയും ക്രഷ് ചെയ്തു. കാരണം IPO പ്രൈസിനെ ക്രോസ് ആയാൽ തന്നെ അത് വലിയ കാര്യം. ഒരു കാര്യം നിങ്ങൾ പറയാറുണ്ടല്ലേ, ഒരു ഷെയർ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഷെയറിൻ്റെ കമ്പനി പ്രൊഡക്ട്സിനൊക്കെ വാങ്ങാൻ പറയുമല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ITC വെച്ചിരിക്കുകയാണെങ്കിൽ ITCയെ കുറിച്ചുള്ള സാധനങ്ങൾ വാങ്ങാൻ പറയുമല്ലേ. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ആ കാറിന് ഞാൻ ഹ്യുണ്ടൈ ആയിട്ട് മാറ്റണം എന്ന് വിചാരിക്കുമ്പോൾ വേണ്ട, ആ കാസിനെ നീ ഷെയറിൽ ഇട് എന്ന് നോക്കും. കമ്പനിയിൽ ഇടുവാണെങ്കിൽ നീ കടയിൽ ഒരു വെള്ളത്തുള്ളിന് എടുത്തിടേണ്ടത് തന്നെ ഞാനീ നോക്കണമല്ലോ. അതാണ് സാർ ഈ 31 ഇരിക്കുന്നു സാർ. അതിനെ മറന്നോന്നും ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ മറന്നോ? അടുത്ത സ്റ്റോക്കിലോട്ട് പോവാം. അടുത്തത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് സാർ. Q3 റിസൾട്ട് വന്നിരിക്കുന്നു. PAT വന്നു 665 crores എന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ കോസ്റ്റ്ലിയാണ് കമ്പനിയാണ്. അതായത് നല്ല ഒരു കമ്പനി ബട്ട് ഹൈലി കോസ്റ്റ്ലി, വെൽ ലെഫ്റ്റ് ആണ്. അവരെ Q3 റിസൾട്ട് വന്നിരിക്കുന്നു. പക്ഷെ അവരെ റിസൾട്ട്സ് വന്ന് നെഗറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നു. ഹീറോ മോട്ടോഴ്സ് ഒക്കെ നമ്മൾ ഓൺ ചെയ്യണ കാരണം തനിയായിട്ട് ഏത്തർ നമുക്ക് ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ടാറ്റ കെമിക്കൽസ് സാർ. അതിൻ്റെ ലോസ് വലുതായിട്ടിരിക്കും. സോഡിയം ബൈകാർബണേറ്റ് പ്രൈസ് വന്നിട്ട് ഇന്നും വിഴുന്നിട്ടുണ്ട്. കാർബണേറ്റിൻ്റെ പ്രൈസ് റിക്കവർ ആകുന്ന വരയ്ക്കും ടാറ്റ കെമിക്കൽസ് റിക്കവർ ആകത്തില്ല. ഓക്കെ സാർ, എനിക്ക് സാധാരണ ജനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യം ടാറ്റ കെമിക്കൽസിലാണ്. ഈ ടാറ്റ കെമിക്കൽസിൻ്റെ ബുക്ക് വാല്യൂ വന്നിട്ട് 877 രൂപ സാർ. ഇത് പ്രൈസ് ഓഫ് ഷെയറിനെ കാട്ടിലും കൂടുതലായിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് നമ്മൾ പ്രൈസ് ടു ഏർണിങ്സ് നോക്കുവാണെങ്കിൽ വന്ന് 66 ഇരിക്കുന്നു. ഈ ബുക്ക് വാല്യൂടെ കാട്ടിലും ഷെയർ പ്രൈസ് കുറവായിരിക്കുന്നു. വളരെ സിമ്പിൾ. സോഡിയം ബൈകാർബണേറ്റിൻ്റെ വില വളരെ കുറവായിരിക്കുന്ന കാരണം ചെയ്യുവാണെങ്കിൽ P/E റേഷ്യോ റേറ്റ് അല്ല അങ്ങനത് വന്നിട്ട് നിങ്ങൾ ഒരു അസറ്റായി ഇരിക്കുമെന്ന് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ചോയ്സ് ആണ്. ഫൈനൽ ചോദ്യം, ഇതുപോലെ ചോദ്യങ്ങൾ ഒരുപാട് എടുത്തു വച്ചിരിക്കുന്നു, അതേക്കുറിച്ച് നാളെ ഞാൻ ചോദിക്കാം. പെട്ടെന്ന് ITC ടപ്പന് കയറിയിട്ടുണ്ട് സർ. ITC കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ 2 വർഷം കൊണ്ട് ഈ 5% എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ടില്ല സർ. ദിവസങ്ങളിൽ 5% കയറുന്നതും ഞാൻ നോക്കിയില്ലായിരുന്നു. ഹൈലി അണ്ടർവാല്യൂഡ് സ്റ്റോക്കാണ്. 5% കയറുവാണെങ്കിൽ വലിയ മൂവേ ഇല്ല. അതിൽ ITCക്ക് മാത്രം ലഞ്ച് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൺസെഷൻ കൊടുക്കുമോ സർ? എന്നും 1 to 2 കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഫ്രെയിംവർക്ക് പറഞ്ഞായിരുന്നല്ലേ, അതിൽ EV ഒക്കെ ഇൻക്ലൂഡ് ആകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നല്ലേ സാർ, EV ഈ കാര്യങ്ങളൊക്കെ. ITC ഒരു ഗ്ലോബൽ കമ്പനിയാണ്. അയാൾ റിവേഴ്സ് ചെയ്ത് അമേരിക്കയിൽ വാങ്ങി ഇന്ത്യയിൽ വിൽക്കും. ഒരേ ഒരു ചോദ്യം, അതും ITCയിലാണ്. അതിപ്പോൾ ചോദിക്കാം. 308, 310 പെട്ടെന്ന് ഒരു 5% കയറി.
അല്ല റാലിയെ വിട്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇറ്റ്സ് ലോങ് വേ ടു ഗോ. ലോങ് വേ ടു ഗോയിന് ഒരു നമ്പേഴ്സ് പറയുവാണെങ്കിൽ എന്നായിരിക്കും ഈ 20 ഇയേഴ്സ് 30 ഇയേഴ്സ് പോലെ. ശ്രീനിവാസൻ മൈൻഡിൽ എന്ത് നമ്പറാണ് വച്ചിരിക്കുന്നു എന്ന് അറിയാൻ ഭയങ്കര അൽഗറായിരിക്കുന്നു. നിങ്ങൾ റെഗുലറായിട്ട് ഒന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ നിങ്ങളെ മോൾക്ക് ഇപ്പോൾ 5 വയസ്സെങ്കിൽ അയാളെ പഠിപ്പ്, കല്യാണം എല്ലാം നല്ലവണ്ണം നടക്കും. നിങ്ങൾ മനസ്സിലിരിക്കാൻ ടൈം ലൈൻ പറഞ്ഞു തരുന്നു. താങ്ക് യു സർ. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.